ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊല്ലം ശാസ്താംകോട്ട ഈപ്പൻ മെമ്മോറിയൽ സ്കൂൾ അവിടെ നടന്നൊരു സംഭവമാണ്. എന്തെന്ന് വെച്ചാൽ അവിടുത്തെ HM, അതായത് ഹെഡ് മാസ്റ്റർ, ഒരു ടീച്ചർ മാസം ഈ ഇതനുസരിച്ച് സ്ട്രെങ്ത് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂള് ഞങ്ങൾക്ക് നഷ്ടപ്പെടുക. ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ സഹോദരങ്ങൾ പഠിച്ച, എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച സ്കൂളാണ്. പിന്നെ എൻ്റെ ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് സാധാരണ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലുണ്ടാകുന്ന യാതൊരു മാനസിക സമ്മർദ്ദങ്ങളും നമുക്കുണ്ടാവാറില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും നമ്മളെ അവർ ബുദ്ധിമുട്ടില്ല. ടീച്ചറാണോ, ഈ ടീച്ചറിന്റെ തീരുമാനമാണോ, അതായത് HM ആണോ അഡ്മിഷൻ കൊടുക്കില്ല എന്നുള്ള ഒരിട്ട് തീരുമാനം? HM മാത്രമാണ് പറഞ്ഞത്. മാനേജ്മെന്റിൽ ഒരു മനുഷ്യർ പോലും ഇവിടെ അഡ്മിഷൻ കൊടുക്കില്ല എന്ന്. അവർക്ക് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അങ്ങനെ ഒരു 10-30 കുട്ടികളും രക്ഷകർത്താക്കളും TCയും പിന്നെ ആവശ്യമായ രേഖകളും കൊണ്ട് നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറേ ആൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അവർ അഡ്മിഷൻ്റെ സമയം അപ്പോൾ ഞങ്ങൾ തന്നെ അവിടെ നിന്ന് എഴുതി അഡ്മിഷനാക്കി ഓരോരുത്തരെ ഞങ്ങൾ ആ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക്, ഈ തെറസിലെ കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസവും വരും. HM വിളിച്ച് ഓരോരുത്തരടുത്തും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസവും വരുന്ന കുട്ടികളാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു വെള്ളിയാഴ്ച കാണാം മുടങ്ങുമായിരിക്കും ടീച്ചറേ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ തെറസിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് അവർ ഒരു ദിവസം പോലും ഞങ്ങളെ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുട്ടികളെ ഈ PTA-കാരെല്ലാം കൂടിയാണ് ചക്കവള്ളി ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവന്നത്. സ്ക്വാഡ് വർക്ക് ചെയ്താണോ കുഞ്ഞുങ്ങളെ? അധ്യയന വർഷം സർക്കാർ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ബന്ധപ്പെട്ട രേഖകളും എല്ലാം സമർപ്പിച്ച എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കളോടൊപ്പം വന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ അഡ്മിഷൻ നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ നമ്മളെ ശശികല, വിഷകല, അതിനേക്കാൾ ഭയങ്കര വിഷമുള്ളൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ആ ടീച്ചർ മുസ്ലിം കുട്ടികൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞു. ഒരു ദർസിൽ പഠിക്കുന്ന 10-30 കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ സ്ട്രെങ്ത് തന്നെ നഷ്ടപ്പെടാൻ പോകുന്ന സ്കൂളിലത്തെ പ്രധാന അധ്യാപികയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അതായത് അധ്യാപകർ, ടീച്ചർമാർ ഇവരെല്ലാം വായിന്ന് നല്ലതാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ അവരെ മനസ്സിലും ജാതി വരികയാണ്. മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് അവർ തീർച്ച പറഞ്ഞു എന്നാണ് ബാക്കിയുള്ള ടീച്ചേഴ്സുമാരൊക്കെ പറയുന്നുള്ളത്.